നബിദിനാഘോഷത്തിന്റെ ഒരുക്കങ്ങളിലാണ് നാടെങ്ങുമുള്ള വിശ്വാസികൾ. കലാപരിപാടികൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പരിപാടികൾ ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ടെന്നും സമസ്ത കേരള ജമിയത്തുൽ ഖുതുബ മട്ടന്നൂർ മേഖലാ ജനറൽ സെക്രട്ടറി ഇർഷാദ് ഫൈസി അറിയിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിന സ്മരണകളിൽ നബിദിനാഘോഷത്തിന് ഒരുങ്ങുകയാണ് വിശ്വാസികൾ. മദ്രസകൾ കേന്ദ്രീകരിച്ച് മിലാദ് റാലി, മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, മധുര പലഹാര വിതരണം, അന്നദാനം എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി നടക്കും. പതിവ് പ്രാർത്ഥനകൾക്കും മൗലീദ് പാരായണങ്ങൾക്കും പുറമെ പ്രത്യേക പ്രാർത്ഥനാ സദസ്സുകൾ, സംഗമങ്ങൾ എന്നിവയുമുണ്ടാകും. റബീഉൽ അവ്വൽ മാസം അവസാനിക്കുന്നതുവരെ മൗലീദ് പാരായണവും നബി പ്രകീർത്തന സദസ്സുകളും തുടരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ളവരെ, ലോകത്തെമ്പാടും മീലാദ് ആഘോഷവേളയിലാണ്. ഏവർക്കും എൻ്റെ നബിദിനാശംസകൾ നേരുകയാണ്. 1501 ജന്മദിനമാണ് ഈ വർഷം പ്രവാചകൻ്റെ ജന്മദിനമായി നമ്മൾ ആഘോഷിക്കുന്നത്. ഈ മലയാളക്കരയിൽ മാത്രമല്ല, മരുഭൂമിയിലും അറബ് ലോകത്തും അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമായി ആ പുന്നാര നബിയുടെ ജന്മദിനാഘോഷം വ്യത്യസ്ത രൂപങ്ങളിൽ നടക്കുകയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൻ്റെ ജീവിതത്തിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. വിശുദ്ധ ഖുർആൻ അതാണ് പറഞ്ഞു വെച്ചത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും പ്രവാചകരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ടെന്ന് പറയുമ്പോൾ ഒരു വ്യക്തി അവൻ്റെ റോൾ മോഡലായി എടുക്കേണ്ടത് പ്രവാചക പൂമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ഒരു ഡോക്ടറാവുമ്പോഴും, ഒരു എൻജിനീയർ ആവുമ്പോഴും, ഒരു പിതാവാകുമ്പോഴും, ഒരു മാതാവാകുമ്പോഴും, ഒരു സമൂഹത്തിൽ എന്തൊക്കെ ഉയർന്ന തലത്തിലുള്ള റോൾ നിർവഹിക്കുമ്പോൾ ആ റോൾ നിർവഹിക്കുന്നിടത്തൊക്കെ പ്രവാചകൻ്റെതായ ചില നിർദ്ദേശങ്ങളും കയ്യൊപ്പുകളും നമുക്ക് കാണാൻ സാധിക്കും. ഒരു കുഞ്ഞു ജീവിയെ പോലും പരിഗണിക്കുന്നത് അത് കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് പരാമർശിച്ച് കടന്നുപോയതാണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മളൊക്കെയും നമ്മുടെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അതിരുകൾ നമ്മളിലേക്ക് ഏറ്റവും കടപ്പെട്ട ആളുകളിലേക്ക് മാത്രം കൊടുക്കുമ്പോൾ പുന്നാര പൂമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞത്, ഇർഹമു മംഫിൽ അർള് ഇർഹമുക്കും മംഫിസ് സമാ. ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തിനോടും നിങ്ങൾ കാരുണ്യം കാണിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ നാഥൻ നിങ്ങൾക്ക് കാരുണ്യം നൽകും. സഹജീവികളോട് കാരുണ്യം കാട്ടിക്കൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് സ്നേഹമസൃണമായൊരു ജീവിതം നമുക്കുണ്ടാവുകയുള്ളൂ. ആ ജീവിതം നമുക്കുണ്ടാവേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു നിലയാണ്, ഘടകമാണ് കാരുണ്യം എന്ന് പറയുന്നത്. ആ കാരുണ്യത്തെ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചതും. അതുപോലെ ജീവിതത്തിൽ പരസ്പര സഹായം. പുന്നാര നബി പറയുന്ന ഒരു വചനമുണ്ട്, മാ കാനൽ അബ്ദു ഫീ ഔനിഹി കാനല്ലാഹു ഫീ ഔനിഹി. ഒരാൾ തൻ്റെ സഹോദരനെ സഹായിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ചാൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഒടുവോളം നാഥൻ്റെ സഹായവും അവനക്കുണ്ടാവുമെന്നാണ്. അപ്പോൾ പരസ്പര സഹായവും കാരുണ്യവും ഒക്കെ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണെന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ അനവധി വചനങ്ങൾ നമ്മളോട് പറയുകയും അതൊക്കെ ജീവിതത്തിൽ കാണിച്ചു തന്ന് നമ്മിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തിട്ടുള്ളതാണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1501 ജന്മദിന ആഘോഷവേളയിലാണ് നമ്മൾ. മറ്റ് ആരേക്കാളും ജന്മദിനം ആഘോഷിക്കപ്പെടുകയും ജീവിതത്തിലേക്ക് ഒരു വലിയ പ്രസക്തമായ ജന്മമായി എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പ്രവാചകൻ്റെ ജന്മത്തോളം മറ്റൊരു ജന്മത്തെ കാണാൻ കഴിയില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ വിഷയങ്ങളും ജീവിതത്തിൽ പരാമർശിക്കുകയും അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ ചെയ്തിട്ട് പോയ പുന്നാര നബി പുതിയ സമൂഹത്തിന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായി പുന്നാര നബിയുടെ ജീവിതം മാറണം. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജന്മദിനത്തേക്കാൾ പുന്നാര നബിയുടെ ജന്മദിനത്തിന് പ്രാധാന്യമുണ്ട്, പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് പുതുതലമുറക്ക് പോലും പ്രവാചകൻ്റെ ജന്മദിനത്തെ വളരെ സാഘോഷം നാം അവതരിപ്പിച്ചുകൊണ്ട് മീലാദുൻ നബി നമ്മൾ ആഘോഷിച്ച് ഇന്നോളം കടന്നു വന്നിട്ടുള്ളത്. നമുക്ക് ഈ അവസാന നിമിഷത്തിൽ നമ്മുടെയൊക്കെ ഈ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ പുന്നാര നബിയെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കപ്പെടുകയും നമ്മളെപ്പോഴും പ്രവാചകൻ്റെ കൂടെയാണെന്നുള്ള ഓർമ്മ നമ്മിൽ നിലനിൽക്കുകയും ചെയ്തിട്ട് ഒരു പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമായി ജീവിതം പ്രവാചക ചര്യകളെ കൊണ്ട് പുഷ്കലമായ ഒരവസ്ഥ ജീവിതത്തിൽ സംജാതമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി നബിദിനാശംസകൾ നേർന്നുകൊണ്ട് വിരമിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.